ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ യുണൈറ്റഡിൻ്റെ മാനേജ്മെൻറ്റ്. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ മത്തേസ് കുണിയയുടെ സൈനിങ് ഒഫീഷ്യലാക്കിയിട്ടുണ്ട്. 62.5 മില്യൺ പൗണ്ട്സിന് യുണൈറ്റഡിലോട്ട് മത്തേസ് കുണിയ വോൾവ്സിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അത് ഒഫീഷ്യലായി ഏകദേശം 3 ഇൻസ്റ്റാൾമെൻ്റായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഫീ പേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 20-20.5 മില്യൺ പൗണ്ട്സിനടുത്തായിരിക്കും നമ്മൾ ഈ 3 ഇൻസ്റ്റാൾമെൻറ്റ്സിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും പേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ഇപ്പം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന സീസണിൻ്റെ അവസാനത്തിൽ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ്, പിന്നെ അതിൻ്റെ അടുത്ത സീസണിൻ്റെ ആരംഭത്തിൽ ഏകദേശം ഒരു വർഷം 10-12 മാസത്തിനുള്ളിൽ നമ്മൾ ഈ 3 ഇൻസ്റ്റാൾമെൻ്റായിട്ട് കാശ് മുഴുവൻ പേ ചെയ്യും. അപ്പം മത്തേസ് കുണിയയുടെ സൈനിങ്ങിലാണല്ലോ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് ക്ലിയർ ആണ്. നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് പ്ലെയേഴ്സാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ കാശ് കൊടുത്ത് പ്ലെയേഴ്സിനെ ഇവിടെ കൊണ്ടുവരുന്നു. അവർ എത്രയും പെട്ടെന്ന് നമ്മുടെ സിസ്റ്റം പ്രീമിയർ ലീഗും നമ്മുടെ സിസ്റ്റവും ഒക്കെ ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മളെ പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന തരത്തിലുള്ള പ്ലെയേഴ്സിനാണ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് മത്തേസ് കുണിയയുടെ സൈനിങ് നമുക്ക് മനസ്സിലാക്കാം. കാരണം മത്തേസ് കുണിയ എന്ന് പറയുന്ന പ്ലെയർ പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ്. പുള്ളി വൂൾസിൽ ആ ഒരു വിക്ടർ പെരേര ഇതേപോലെ തന്നെ 3-4-2-1 ആ ഒരു സിസ്റ്റം തന്നെയാണ് പുള്ളിയും കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ആ ഒരു ലെഫ്റ്റ് ഇൻറ്റീരിയർ റോളിൽ പുള്ളിക്ക് കളിച്ച് പരിചയമുണ്ട്. അത് മാത്രമല്ല നമ്മൾ ആ ഒരു ഫ്രണ്ട് ഇപ്പം നമ്മൾ ആ ഒരു അറ്റാക്ക് നോക്കിയാൽ പുള്ളിക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ വൈഡ് ലെഫ്റ്റ് വിങ്ങറായിട്ടോ റൈറ്റ് വിങ്ങറായിട്ടോ ഈവൻ നമുക്ക് ആ ഒരു നമ്പർ 9 തൊട്ട് പുറയിൽ കളിക്കുന്ന ആ ഒരു ലോൺ നമ്പർ 10 ആയിട്ടൊക്കെ കളിക്കാൻ ഏബിളാണ്. അപ്പം അങ്ങനെ പല സിസ്റ്റത്തിൽ പല റോളുകളിൽ കളിച്ച് അത്ര വേഴ്സറ്റൈലായിട്ട് ആ ഒരു അറ്റാക്കിംഗ് പേഴ്സ്പെക്റ്റീവിൽ അത്ര വേഴ്സറ്റൈലായിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് യുണൈറ്റഡ് പുള്ളിയെ ടാർഗറ്റ് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾസിൻ്റെ കാര്യം നോക്കിയാൽ കഴിഞ്ഞ സീസണിൽ ഓൾമോസ്റ്റ് 15 ഗോളും 6 അസിസ്റ്റുമാണ് പുള്ളിക്കുള്ളത്. നമ്മുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ നോക്കിയോ, ഗർണാച്ചോ, ഹോയ്ലൻഡ്, സെർക്സി, ഈ പ്ലെയേഴ്സിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും അത്രയും ഗോൾസില്ല. 11 ഗോളേ അവർക്ക് എല്ലാവർക്കും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾസിൻ്റെ കാര്യത്തിൽ വലിയൊരു ആശ്വാസമായിരിക്കും മത്തേസ് കുണിയയുടെ സൈനിങ്. മത്തേസ് കുണിയ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഗോൾ സ്കോറിങ്. പിന്നെ നമ്മൾ നോക്കി ഈ ട്രാൻസിഷൻ ഫേസിലൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫേസിൽ ബോൾ ക്യാരി ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള ഒരു മനുഷ്യനില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ മത്തേസ് കുനിയ എന്ന് പറയുന്ന പ്ലെയർ എസ്പെഷ്യലി പ്രീമിയർ ലീഗിൽ ഇത്രയും ഫിസിക്കാലിറ്റി ഇപ്പം ഫിസിക്കൽ ബാറ്റിൽസിലൊക്കെ ത്രൈവ് ചെയ്യുന്ന പ്ലെയറാണ്. ഇപ്പോൾ അങ്ങനത്തെ ക്യാരീസിൻ്റെ സമയത്ത് പുള്ളിയുടെ അപ്പർ ബോഡി സ്ട്രെങ്ത് വെച്ചുകൊണ്ട് പുള്ളി ബോൾ ഗാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ പൊസിഷൻ കീപ്പ് ചെയ്യാനൊക്കെ പുള്ളിയെ കൊണ്ട് പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനൽ തേർഡിലെത്തുന്നു. ഫൈനൽ തേർഡിലുള്ള പുള്ളിയുടെ ഡിസിഷൻ മേക്കിങ്, നമ്മുടെ ഫോർവേഡ് പ്ലേയേഴ്സ് പലപ്പോഴും ഫൈനൽ തേർഡിൽ എത്തുമ്പോഴും മുട്ടിടിച്ച് അവരുടെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മത്തേസ് കുനിയ നമുക്ക് വിശ്വസിക്കാം പുള്ളി ഗോളുകൾ സ്കോർ ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് സപ്പോർട്ടിങ് റോളിൽ പുള്ളിയുടെ ചുറ്റിനും പ്ലെയേഴ്സ് വേണം. മിഡ്ഫീൽഡേഴ്സ് ആയാലും വിങ് ബാക്സ് ഒക്കെ ആണെങ്കിലും പുള്ളിയെ ഫെസിലിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുള്ളിയെ സർവീസ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് പുള്ളിയെ ഫീഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് പുള്ളിക്ക് വേണം. എപ്പോഴും പുള്ളിയായിരിക്കും ആ ഒരു മെയിൻ മാൻ എന്നുള്ള രീതിയിൽ പുള്ളി കളിക്കുന്ന അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണ്. അപ്പം കുറേ പോസിറ്റീവ്സ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്ന പുള്ളിയുടെ ആറ്റിറ്റ്യൂഡാണ്. പല സമയങ്ങളിലായിട്ട് നമ്മളെല്ലാവരും പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അറിയാം ഇപ്സ്വിച്ചിൻ്റെ മത്സരം കഴിഞ്ഞിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാം. അത് കഴിഞ്ഞുള്ള സസ്പെൻഷനുകൾ, പിന്നെ ഈ സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള ഫാൻസുമായിട്ടുള്ള പുള്ളിയുടെ പ്രശ്നങ്ങൾ, അവരെ ചീത്ത വിളിക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഉള്ള ലെജൻസ് നമുക്കിവിടെ റോയി കീൻ, എറിക് ആൻ്റണ ഒക്കെ പോണക്കത്തെ പ്ലെയേഴ്സ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ അവരുടെ ആ ഒരു വിത്ത് ആറ്റിറ്റ്യൂഡ്, ആ ഒരു പെർഫോമൻസ് നമുക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ എന്താണേലും സക്സസ്ഫുൾ സൈനിങ് ആയി മാറും മത്തേസ് കുനിയ. അപ്പോൾ മത്തേസ് കുനിയയുടെ സൈനിങ് കഴിഞ്ഞ് നമ്മൾ എന്താണേലും നമ്മൾ അറ്റാക്സിൽ നമ്മളെ ഗോൾസാണ് നമ്മൾ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്ന ഗോൾസ് ആയിരുന്നു. അപ്പോൾ ആ മാക്സിമം ഗോൾസ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന തരത്തിലുള്ള പ്രൂവൺ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പം തന്നെ മത്തേസ് കുനിയയുടെ ഒപ്പം തന്നെ തൊട്ട് അപ്പുറത്തെ വിങ്ങിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് നമ്പർ 10 ആയിട്ട് നമ്മൾ എംബ്യൂമോയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ബ്രെൻഫോർഡിൻ്റെ എംബ്യൂമോ ഈ ഒരു സീസണിൽ ഏകദേശം 20 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്, 8-9 അസിസ്റ്റ് ഉണ്ട്. അപ്പം മത്തേസ് കുനിയായിട്ട് കമ്പയർ ചെയ്യുമ്പം പുള്ളിക്ക് ഗോൾസിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല മത്തേസ് കുനിയ ഈ ഡിഫൻസീവ് വർക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ മത്തേസ് കുനിയ കുറച്ച് പുറകോട്ടാണ്. കാരണം പുള്ളി അത്രയും മരിച്ച് കടന്ന് ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്ന പ്ലെയർ അല്ല മത്തേസ് കുനിയ. അപ്പം ആ ഒരു ആസ്പെക്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എംബ്യൂമോ കുറേയും കൂടെ ബെറ്ററാണ് ഡിഫൻസീവ് ആസ്പെക്റ്റിൽ മത്തേസ് കുനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന്.
പിന്നെ ഏകദേശം ഇവർ രണ്ടുപേരും ഈ ഫൈനൽ തേർഡിൽ അവരുടെ ഡിസിഷൻ മേക്കിങ്, ഗോൾ സ്കോറിംഗ് ആണ് ഇവരുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് ഇവരെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ ഉള്ള പ്ലെയേഴ്സാണ് നമുക്ക് ഇനിയിപ്പോൾ ഇവർക്ക് ചുറ്റിനും വേണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു ആവശ്യം. അപ്പോൾ റൈറ്റ് വിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും എംബിമോ വരികയാണെങ്കിൽ വിങ് ബാക്കായിട്ട് ഡലോ അല്ലെങ്കിൽ നമുക്ക് അമാദിനെ വേണമെങ്കിലും ഫസ്റ്റ് 11 ഇറക്കി അങ്ങനത്തെ ഒരു ഓപ്ഷൻ വേണ്ടി ട്രൈ ചെയ്യാം. ഈവൻ അമാദ് ഇൻറ്റീരിയറായിട്ട് കളിച്ചാൽ തന്നെ എംബിമോ ആ ഒരു വിങ് ബാക്കായിട്ട് കളിപ്പിക്കാം. പുള്ളി ഇപ്പം നമ്മൾ ആ ഒരു ബ്രെൻഫോർഡ് നോക്കിയാൽ പുള്ളി കൂടുതലും ബോൾ റിസീവ് ചെയ്ത് ആ ഒരു വൈഡർ ഏരിയാസിൽ ബോൾ റിസീവ് ചെയ്ത് ഡയഗണൽ റൺസ് മേക്ക് ചെയ്ത് ഫൈനൽ തേർഡിലോട്ട് വരിക, അവിടെ എന്നിട്ടാണ് പുള്ളി ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നതും ക്രോസസ് മേക്ക് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വേണമെങ്കിൽ ആ ഒരു വിങ് ബാക്ക് റോളിലും പുള്ളിയെ നമുക്ക് ട്രൈ ചെയ്യാം. പുള്ളിയുടെ ആ ഒരു ഡിഫെൻസീവായിട്ടുള്ള എബിലിറ്റി, ഡിഫെൻസീവ് ആസ്പെക്റ്റിൽ പുള്ളി ത്രൈവ് ചെയ്യുന്നതുകൊണ്ട്, ആ ട്രാക്ക് ബാക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു വിങ് ബാക്ക് റോളിലും വേണമെങ്കിൽ എംബിയുമായി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ സൈനിങ്സ് ഇനിയിപ്പോൾ സ്ട്രൈക്കറിൻ്റെ കാര്യം നോക്കിയാൽ ഗ്യോക്കോറസിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആണ്. ഓൾറെഡി നമുക്കറിയാം ലിയാം ഡെലാപ്പ് പോയി. ലിയാം ഡെലാപ്പിനെ കുറിച്ച് ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ലിയാം ഡെലാപ്പ് അല്ല വേണ്ടത്, നമുക്കൊരു പ്രൂവൺ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ട്രൈക്കർ തന്നെയാണ് വേണ്ടത്. ലിയാം ഡെലാപ്പ് പോയതിൽ എനിക്ക് യാതൊരു വിഷമമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയാം ഡെലാപ്പിനെ നമ്മളിവിടെ ഒരു പ്രൈമറി ടാർഗറ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിച്ചത്, അല്ലെങ്കിൽ ഒരു ബാക്കപ്പായിട്ടല്ല കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്താണേലും ചെൽസിയുടെ പ്രോജക്റ്റ്, ചെൽസിയുടെ ആ ഒരു യങ് പ്രോജക്റ്റ്, ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ്, അപ്പം അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് പുള്ളി ഇൻഫ്ലുവൻസ് ചെയ്ത് പുള്ളി പോയി. അപ്പം വിക്ടർ ഒസിമൻ അല്ലെങ്കിൽ യോക്കോറസ്, അപ്പോൾ ഇങ്ങനത്തെ പ്ലെയേഴ്സിനാണ് നമ്മൾ കൂടുതലും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒസിമൻ വരും എന്നെനിക്ക് തോന്നില്ല. ഒസിമൻ്റെ ഒരു പോക്ക് എനിക്ക് തോന്നുന്നത് മിക്കവാറും അൽ ഹിലാലിലോട്ട് തന്നെയായിരിക്കും, സൗദി ലീഗിലോട്ട് തന്നെയായിരിക്കും. കാശാണ് പുള്ളിയുടെ മെയിൻ മോട്ടീവ്, അല്ലാതെ പുള്ളിക്ക് യൂറോപ്പ് കളിക്കണം അല്ലെങ്കിൽ വലിയ ക്ലബ്ബുകളിൽ, ചരിത്രം ഉറങ്ങുന്ന ക്ലബ്ബുകളിൽ കളിക്കണം, അങ്ങനത്തെ വലിയ അംബീഷനൊന്നും ഉള്ള പ്ലെയർ അല്ല ഒസിമൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യോക്കോറസിൻ്റെ മണ്ടയ്ക്ക് തന്നെയാണ്. കാരണം യോക്കോറസിൻ്റെ ഒരു ഡീലെന്ന് പറയുന്നത് ഈ പുള്ളിയുടെ പ്രൈസ് മാത്രമല്ല, പുള്ളിക്ക് വേജസും കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും വലിയൊരു ഡീലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഔട്ട് ഗോയിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഡീൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറാൻ വേണ്ടി പോകുന്നത്. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഡീലിൻ്റെ കാര്യത്തിൽ ഇതുവരെയായിട്ടും യുണൈറ്റഡ് പോസിറ്റീവായിട്ടൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. കാരണം യുണൈറ്റഡ് ഒരിക്കലും പോസിറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം അൽ ഹിലാൽ അവർക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കടന്ന് കടുംപിടുത്തം പിടിക്കുന്നു. ബ്രൂണോയുടെ ഏജൻറ്റ് അവിടെ പോയി സംസാരിക്കുന്നെങ്കിൽ ബ്രൂണോയ്ക്ക് എന്താണല്ലോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും ഏജൻറ്റ് അവിടെ പോയി സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രൂണോയ്ക്ക് എന്താണെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്. ബ്രൂണോ ആ ഒരു ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ മേക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബ്രൂണോയുടെ നാഷണൽ ടീം പോർച്ചുഗലിന് വേണ്ടി കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. ബ്രൂണോയുടെ ആ ഒരു ടീമിലും ഇപ്പം നെവസ് ആണെങ്കിലും ക്യാൻസലോ ഒക്കെ ആണെങ്കിലും ആ ഒരു അൽ ഹിലാലിന് വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ അവരും ഈ ഒരു ഇൻ്റർനാഷണൽ ഡ്യൂട്ടിയുടെ സമയത്ത് മാക്സിമം ബ്രൂണോയെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അപ്പം നമ്മുടെ ഈ ഒരു ഫബ്രീസിയോ റൊമാനോ ഒക്കെ പറയുന്നതനുസരിച്ച് അൽ ഹിലാൽ ഇപ്പം യുണൈറ്റഡിൻ്റെ ഏത് ഡിമാൻഡും അംഗീകരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ ഒരു 500 മില്യനും ഒക്കെ നമുക്ക് ചോദിക്കാമല്ലോ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് യുണൈറ്റഡ് ഇത്രയും ഇരിക്കത്തില്ല എന്നുള്ള ഒരു നരേറ്റീവ് ഇപ്പം അമോറിം ആണെങ്കിലും ഒക്കെ കൊടുക്കുന്നതിൻ്റെ മെയിൻ കാരണം ഈ അൽ ഹിലാൽ മാക്സിമം സ്പെൻഡ് ചെയ്യട്ടെ, മാക്സിമം കാശ് മേടിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണെന്ന് എനിക്കറിയാം. കാരണം നമ്മളിപ്പം റീബിൽഡ് ഫേസിൽ ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ആശ്വാസം. കാരണം 125 മില്യൺ പൗണ്ട്സാണ് യുണൈറ്റഡിൻ്റെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ യുണൈറ്റഡിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ ഒരു പെട്ടെന്നൊരു 100 മില്യൺ 120 മില്യനും കൂടെ വരിക എന്ന് പറയുന്നത് യുണൈറ്റഡിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ആശ്വാസമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സെയിൽസ് ഗർണാച്ചോയുടെ സെയില്, സാൻജോയെ മിക്കവാറും 25 മില്യന് ചെൽസി മേടിക്കും എന്ന് തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഡീലും നടക്കട്ടെ. പിന്നെ ആൻ്റണി, റാഷ്ഫോർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നാലും 300-350 മില്യനോളം ഈ എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ അത്രയും ഒരു വലിയ ബഡ്ജറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നല്ല രീതിയിലൊരു റീബിൽഡിന് നമുക്ക് പോകാം. ബ്രൂണോ ഫെർണാണ്ടസിനെ 1-2 സീസൺ ഇവിടെ കടിച്ച് വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്കൊരു പ്രയോജനമില്ല. കാരണം നമ്മൾ 15ാമത്തെ സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളൊരു ടോപ്പ് 5-ൽ ആദ്യം എത്തണം. അവിടുന്ന് പയ്യെ ചാമ്പ്യൻസ് ലീഗ്, പിന്നെ ടൈറ്റിൽസിന് വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഗ്രാജുവലി സമയമുണ്ട്. അപ്പോൾ ആ മനുഷ്യനെ നമുക്ക് ഇത്രയും കാശ് കിട്ടുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്ത് പുള്ളിയെ വിൽക്കണം. അല്ലാതെ വലിയ മഹത്വചനങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അറ്റാക്കിൽ ശരിക്കും ഈ 3 സൈനിങ്സ്, 2 നമ്പർ 10s, ഒരു സ്ട്രൈക്കർ, ഇങ്ങനത്തെ അറ്റാക്കിംഗ് പ്ലെയേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എന്താണേലും വേണ്ടത് നമുക്കൊരു നമ്മുടെ
നമ്മുടെ ഗെയിം ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ നട്ടലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ടെമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്ലെയറിനെ തന്നെ ആ മിഡ്ഫീൽഡിൽ വരണം, നമ്പർ 8 റോളിൽ. അങ്ങനത്തെ ഒരു പ്ലെയറിനെ കൂടെ നമുക്ക് സൈൻ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ കുറേ കൂടെ ബാലൻസ്ഡ് ആയി മാറും നമ്മുടെ അറ്റാക്ക് അല്ലെങ്കിൽ നമ്മുടെ ടീം കുറേ കൂടെ ബാലൻസ്ഡ് ആയി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആ ഒരു മിഡ്ഫീൽഡിൽ ബാക്കിയുള്ള ഉഗാർത്തെ അല്ലെങ്കിൽ കസമീറോ എന്നൊക്കെ പറയുന്ന അവർ ബോൾ വിന്നേഴ്സാണ്. അവർ ഡിസ്റപ്റ്റ് എന്നുവെച്ചാൽ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ആ ഒരു ബോൾ വിന്നേഴ്സ് ടൈപ്പ് ഫിസിക്കാലിറ്റി യൂസ് ചെയ്ത് ബോൾ വിന്ന് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ്. വിത്ത് ദ ബോൾ അത്ര ഏബിൾ ആയിട്ടുള്ള പ്ലെയർ അല്ല. അപ്പോൾ അങ്ങനെ വിത്ത് ദ ബോൾ കുറച്ചുകൂടെ ഏബിൾ ആയിട്ടുള്ള പ്ലെയർ, ഒരു ഗെയിമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിറ്റീഞ്ഞയൊക്കെ പോണൊക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ വിറ്റീഞ്ഞയൊക്കെ പോണൊക്കെ, അങ്ങനത്തെ ഒരു പ്ലെയറിനെ നമുക്ക് ആ ഒരു നമ്പർ 8 റോളിൽ വേണം. അപ്പം നിങ്ങളുടെ ഓപ്ഷൻസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു നമ്പർ 8, ആ ഒരു നിങ്ങളുടെ ഡ്രീം സൈനിങ് ആയിട്ട് നമ്പർ 8 ആ ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡു കമൻറ്റ്. അപ്പോൾ ബാക്കിയുള്ള സൈനിങ്സിൻ്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡിഫൻസിലും അതുപോലെ നമുക്ക് ഗോൾ കീപ്പറും ഒക്കെ വേണം. പക്ഷേ ഇത്രയും പറഞ്ഞ പൊസിഷൻസാണ് നമുക്ക് മെയിനായിട്ടും ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ റീബിൽഡിൽ ഏറ്റവും ആദ്യം നമ്മൾ ഫില്ല് ചെയ്യേണ്ട സ്പോട്ടുകൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഡിഫൻസിൽ ഒരു പ്ലെയറിനെ, ചിലപ്പോൾ യങ്സ്റ്റർ ആയിരിക്കും, മിക്കവാറും ഒരു യങ്സ്റ്ററിനെ സൈൻ ചെയ്യും. അതുപോലെ ഗോൾ കീപ്പർ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത് ടെൻ ഹാഗ് മറ്റേ ബയർ ലെവർക്യൂസനിൽ സൈൻ ആയപ്പോഴത്തേനും അവർ ഒനാനയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ബ്രെൻഫോർഡിൻ്റെ ഗോൾ കീപ്പറിനെ അവർ ഓൾറെഡി സൈൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ബയർ ലെവർക്യൂസൻ ഏതായാലും ഒനാനയ്ക്ക് വേണ്ടി വരത്തില്ല. അപ്പോൾ ഒനാനയ്ക്ക് വേണ്ടി ആരെങ്കിലും വന്ന് ഒനാനയെ വിൽക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമ്മളൊരു നമ്പർ 1 ചോയ്സിന് വേണ്ടി പോകത്തുള്ളൂ. അല്ലെങ്കിൽ ബൈന്ദറിനെ വിറ്റിട്ടാണെങ്കിലും ചിലപ്പം നമ്മൾ അങ്ങനെ ബൈന്ദറിനെ വിറ്റിട്ടാണെങ്കിലും ഒരു ഗോൾ കീപ്പറിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കി പൊസിഷൻസിലുള്ള നമ്മുടെ ഒരു നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചന്നം കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇടണം.